ഹലോ, ഇന്ന് ഫോണിൽ ഹിന്ദിയിൽ സംസാരിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അപ്പുറത്തുനിന്ന് ഹലോ, നമസ്തേ, ഗുഡ് മോർണിംഗും പറയാട്ടോ. അത് ഏത് ഭാഷയിലാണെങ്കിലും. ആരാണ് സംസാരിക്കുന്നത്? ആപ് കോൻ ബാത് കർ രഹേ ഹെ, ആപ് കോൻ ബാത് കർ രഹേ ഹെ എന്നുള്ളത് ആ മുഴുവനായിട്ട് നമ്മൾ കേൾക്കില്ലോട്ടോ. സംസാരിക്കുമ്പോൾ ആപ് കോൻ ബാത് കർ രഹേ, ആപ് കോൻ ബോൾ രഹേ എന്നും പറയാം. ഞാൻ ഗീതയാണ് സംസാരിക്കുന്നത്. മേ ഗീത ബാത് കർ രഹി ഹൂ, മേ ഗീത ബാത് കർ രഹി ഹൂ, ഞാൻ ഗീതയാണ് സംസാരിക്കുന്നത്. ഞാൻ ഗീത തന്നെ, ബാത് കർ രഹി സംസാരിക്കുന്നത്. ബാത് കർ രഹി ഹൂ മേ ആയതുകൊണ്ടാണ് മേ കർത്താവുമ്പോ ഹൂം. മേ ഗീത ബാത് കർ രഹി ഹൂ, മേ ബാത് കർ രഹി ഹൂ. മനസ്സിലായില്ല, ഏത് ഗീത? അപ്പം ടെലിഫോണിന്റെ അപ്പുറത്തെ ആള് പറയാ, മേ സമഞ്ചാനി കോൺസി ഗീത, എനിക്ക് മനസ്സിലായില്ല. കോൺസി ഗീത എന്ന് വെച്ചാൽ ഏത് ഗീതയാണ്? ഒരു അറിയാത്ത വ്യക്തി പേരെടുക്കുമ്പോൾ നമ്മൾ പറയൂലേ, എനിക്ക് മനസ്സിലായില്ലല്ലോ, ഇത് ഏത് ഗീത? അതിനാണ് ഇങ്ങനെ പറയാ, മേ സംജാനിഹി, എനിക്ക് മനസ്സിലായില്ല. കോൺസി ഗീത, ഏത് ഗീതയാ? നിങ്ങളുടെ മകളുടെ ഫ്രണ്ടിന്റെ അമ്മ. ആപ്കി ബേട്ടിക്ക് സഹേലിക്ക് മ. ആപ്കി ബേട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൾ, അല്ലെ താങ്കളുടെ മകൾ. മകളുടെ ബേട്ടിക്ക് സഹേലി, സഹേലി എന്ന് പറഞ്ഞാല് കൂട്ടുകാരി, കൂട്ടുകാരിയുടെ അമ്മ. ആപ്കി ബേട്ടിക്ക് സഹേലിക്ക് മാ, സഹേലി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി, ആപ്കി ബേട്ടിക്ക് താങ്കളുടെ മകളുടെ കൂട്ടുകാരിയുടെ മാ എന്ന് പറഞ്ഞാൽ അമ്മ. അപ്പൊ കൂട്ടുകാരിയുടെ അമ്മ, മോളുടെ കൂട്ടുകാരിയുടെ അമ്മ. പൂജയുടെ അമ്മയാണോ? അപ്പൊ ഈ സ്ത്രീക്ക് പിടികിട്ടിയത് പൂജ അവരുടെ മോളുടെ ഫ്രണ്ട് ആണെന്നുള്ളതൊക്കെ അവർക്ക് അറിയണ്ട. പൂജയെ പറ്റി വീട്ടിൽ പറയാറുണ്ടാവുമല്ലോ ഇവരുടെ മോള്. ക്യാ യേ പൂജാക്കി മാ ഹെ, ഇത് പൂജയുടെ അമ്മയാണോ? ക്യാ യേ പൂജാക്കി മാ ഹെ, ഇത് പൂജയുടെ അമ്മയാണോ? അതെ, മോൾ അവിടെ ഇല്ലേ? ജി, ക്യാ ബേട്ടി വഹാ നീ ഹെ? ജി എന്ന് പറഞ്ഞാൽ അതെ, ഞാൻ പൂജയുടെ തന്നെ അമ്മയാണ്. ക്യാ ബേട്ടി വഹാ നീ ഹെ, മോള് അവിടെ ഇല്ലേ? മോള് വീട്ടിലില്ലേ? മോളോട് എന്തോ സംസാരിക്കാനായിരിക്കും ഇവര് വിളിച്ചത്. പൂജയും ഗീതയെ അമ്മയും മോളുമാണ്. മറ്റത് പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇല്ല, അവൾ ഇപ്പോൾ ജിമ്മിൽ പോയിട്ടുണ്ട്. നെഹി വോ അഭി ജിം ഗയി ഹെ. വോ അവൾ, അവൾക്കും അവനും അതിനും നമുക്ക് വോ എന്ന് പറയാം കേട്ടോ. വോ ഹാ കേൾക്കാൻ പറ്റില്ല നമുക്ക്. വോ അഭി ജിം ഗയെ, ഇപ്പോൾ ജിമ്മിൽ പോയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ കേൾപ്പിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾക്കത് ആ അക്ഷരം അവിടെ ഉണ്ടെന്നുള്ളത് തോന്നിക്കാൻ കേട്ടോ. വോ എന്നൊക്കെ പറയുമ്പോൾ ഹ അത്ര വ്യക്തമായിട്ട് കേൾക്കാൻ പാടില്ല. നീ വോ അഭി ജിം ഗയെ, ഇപ്പോൾ അവള് ജിമ്മിൽ പോയിരിക്കുകയാണ്. സന ജിമ്മിൽ നിന്ന് വന്നാൽ ഒന്ന് എന്നെ വിളിക്കാൻ പറയണം. അപ്പൊ ഇവരുടെ മോളുടെ പേര് കിട്ടി, സന എന്നാണ് എന്റെ പേര്. ജിമ്മിൽ നിന്ന് വന്നാൽ ഒന്നെന്നെ വിളിക്കാൻ പറയണം. സന സെ കഹനാക്കി ജബ് വോ ജിം സെ ആയെ തോ കോൾ കരേ. സന സെ കഹനാക്കി, സനയോട് പറയണം. ജബ് വോ ജിം സെ ആയെ, അവള് ജിമ്മിൽ നിന്ന് വരുമ്പോൾ കോൾ കരേ, എന്നെ വിളിക്കാൻ പറയണം. കോൾ കരേ എന്ന് പറഞ്ഞാല് വിളിക്കാൻ പറയണം. ശരി, ഞാൻ പറയാ. ജി മേ ബോലൂങ്കി, ജി മേ ബോലൂങ്കി. ബോലൂങ്കി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ബോല എന്ന് പറഞ്ഞാൽ പറയുക. പൂജയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം വിളിക്കാൻ ഇപ്പം ഇവർക്ക് തോന്നി എന്തോ ബുദ്ധിമുട്ടുണ്ടോ, അതുകൊണ്ടാണോ വിളിക്കാൻ പറയുന്നത് എന്നുള്ളതിലാണ് ചോദിക്കുന്നത്. പൂജ ടീക്ക് ഹേന, പൂജ ടീക്ക് ഹേന എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതിനും ചോദിക്കാം. പൂജയ്ക്ക് സുഖമാണോ, പൂജയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ എല്ലാത്തിനും നമുക്ക് പൂജ ടീക്ക് ഹേന, ഈ ടീക്കേന എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അസുഖമൊന്നുമില്ലല്ലോ, സുഖമായിട്ടിരിക്കുന്നോ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഈ ടീക്കേന അത് ചോദിക്കാം. ഓക്കെ, പൂജ ടീക്കേന. ഇന്നലെ മുതൽ ചെറിയ പനിയുണ്ട്. കൽസെ ഹൽക്ക ബുഖാർ. ഹൽക്ക എന്ന് പറഞ്ഞാൽ ചെറിയ. ഓക്കെ, ഹൽക്ക ചെറിയ. ബുഖാർ ഹെ, ബുഖാർ എന്ന് പറഞ്ഞാൽ പനിയാണ്. കൽസെ ഇന്നലെ മുതൽ, കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ, സെ മുതൽ, കൽസെ ഇന്നലെ മുതൽ ചെറിയ പനിയുണ്ട്. ഹൽക്ക ബുഖാർ, കൽസെ ഹൽക്ക ബുഖാർ, ഇന്നലെ മുതൽ ചെറിയ പനിയുണ്ട്. ബുഖാർ എന്ന് പറഞ്ഞാൽ പനിയും, ബീമാർ എന്ന് പറഞ്ഞാൽ അസുഖം കേട്ടോ. അത് ആൾക്കാർ കൺഫ്യൂസ് ആവാറുണ്ട്. ഡോക്ടറെ കാണിച്ചോ? ക്യാ ആപ്നെ ഡോക്ടർ കോ ദിഖായ? ക്യാ ആപ്നെ ഡോക്ടർ കോ ദിഖായ. ഈ ക്യാ മുന്നിലും പിറകിലും വെക്കാമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആപ്നെ ഡോക്ടർ കോ ദിഖായ ക്യാ, അങ്ങനെയും ചോദിക്കും കേട്ടോ. ആപ്നെ ഡോക്ടർ കോ ദിഖായ ക്യാ, നിങ്ങൾ അവളെ ഡോക്ടറെ കാണിച്ചോ? പനിയല്ലേ, പനിക്ക് ഡോക്ടറെ കാണിച്ചോ?
ഇല്ല. പനിയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇല്ല. नहीं ബുഖാർ की दवा दी गई है. ബുഖാർ എന്ന് പറഞ്ഞാൽ again പനി. ബുഖാർ की പനിയുടെ ദവാ ദീ ഗയി ഹെ, മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പനിയെന്ന് വരുമ്പോഴേക്കും നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോവില്ല അല്ലെ. കുറച്ച് ദിവസം അധികം ദിവസം പനിക്കുക അല്ലെ അതിന്റെ കൂടെ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടറെ അടുത്ത് പോകുള്ളൂ. ആദ്യം മരുന്ന് ഒരു ഡോസ് നമ്മൾ അങ്ങ് കൊടുക്കും. അവളെ ശ്രദ്ധിക്കണേ. ഞാൻ സന വന്നാൽ വിളിക്കാൻ പറയാ. അവളെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ പൂജയെ ശ്രദ്ധിക്കണേ എന്ന് ഇവളുടെ സനയുടെ അമ്മ പറയാണ്. അവളെ ശ്രദ്ധിക്കണേ. അവളെ ഉസ്കി ധ്യാൻ രഖ്ന. ഉസ്കി ധ്യാൻ രഖ്ന എന്ന് പറഞ്ഞാൽ അവളെ ശ്രദ്ധിക്കുക. ധ്യാൻ രഖ്ന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. സന ആനേസെ മേ കഹൂങ്കിക്ക് ഉസേ കോൾ കരേ. സന വന്നാൽ ഞാൻ പറയാം അവളെ വിളിക്കാൻ. സന ആനേസെ, സന വന്നതിന് ശേഷം അല്ലെ വന്നു കഴിഞ്ഞാൽ മേ ഞാൻ കഹൂങ്കി പറയാം അവളോട് പൂജയെ വിളിക്കാൻ. അരമണിക്കൂറിനുള്ളിൽ സന വന്നു. ആധാ ഘണ്ടയ്ക്ക് അന്തർ സന ആകെ. അരമണിക്കൂറിനുള്ളിൽ, അര എന്നുള്ളതിന് ആധ എന്ന് പറയാ, മണിക്കൂറിന് ഘണ്ട. ആധാ ഘണ്ട എന്ന് പറഞ്ഞാല് അരമണിക്കൂർ. ആധാ ഘണ്ടയ്ക്ക് അന്തർ അരമണിക്കൂറിനുള്ളിൽ സന ആകെ, സന വന്നു. അവള് ജിമ്മിൽ പോയിരിക്കല്ലേ, അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞപ്പോ വന്നപ്പോ അവളോട് അമ്മ പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ അവള് ആന്റിയെ തിരിച്ചു വിളിക്കുക. ഹലോ ഗുഡ് മോർണിംഗ് ആന്റി, പൂജയ്ക്ക് എന്ത് പറ്റി? ഹലോ നമസ്തേ ആന്റി, പൂജാക്കോ ക്യാ ഹുവാ? പൂജയ്ക്ക് എന്തോ പനിയുണ്ട്, നിന്നോട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മെസ്സേജ് കിട്ടിക്കാണും. അവൾക്ക് പനിയാണ്. ഉസേ ബുഖാറെ. പിന്നെ ഇവളോട് പറയാ, സനയോട് പറയാ, പൂജയുടെ അമ്മ പറയാണ് ഉസേ ബുഖാറെ, അവൾക്ക് പനിയാണ്. ഉസേ ബുഖാറെ, അവൾക്ക് പനിയാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ, കൽ ശ്യാം സേ. പനിയാണെന്ന് എപ്പോഴും ചോദിച്ചിട്ടില്ലെങ്കിലും അണ്ടർസ്റ്റുഡ് അല്ല. അപ്പൊ അവര് പറയാ ഇന്നലെ വൈകുന്നേരം മുതൽ പനിയുണ്ട്. ഇന്നലെ വൈകുന്നേരത്തിനാണ് കൽ ശ്യാം സേ. കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ, വൈകുന്നേരത്തിന് ശ്യാം എന്ന് പറയൂ, മുതൽ സേ. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അവർ കൊയ് സമസ്യ നീന. അവർ കൊയ് സമസ്യ. സമസ്യ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ എന്ന് പറയാം, പ്രശ്നങ്ങൾക്ക് പറയാം. അതിന് തന്നെ വേറൊരു വേർഡാണ് ഹിന്ദിയിൽ പരേശാനി. അവർ കൊയ് പരേശാനി നീന, അവർ കൊയ് പരേശാനി നീയെ, അങ്ങനെയും ചോദിക്കാം. അവർ കൊയ് സമസ്യ നീന, ഇങ്ങനെ ചോദിക്കാം. ഒരു ബുദ്ധിമുട്ടും വേറെ കഷ്ടപ്പെടുന്നില്ലല്ലോ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഇതിനൊക്കെ അത് ഉപയോഗിക്കാം. ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. ആജ് കോയി ക്ലാസ് നീയേന. ആജ് കോയി ക്ലാസ് നീയേന. ഇതിലൊരാള് പൂജയുടെ അമ്മ ചോദിക്കാം, ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ആജ് കോയി ക്ലാസ് നീയേന, ഇല്ലല്ലോ. നീയേ എന്ന് പറഞ്ഞാൽ ഇല്ല, നീയേന ഇല്ലല്ലോ. മോള് ഫ്രീ ആകുമ്പോൾ ഒന്ന് ഇവിടം വരെ വരുമോ? മോള് എന്ന് പറയുന്നത് സനയെ കൊണ്ടാണ്. സനയെ വിളിക്കാം, സ്വന്തം മോളുടെ പ്രായമല്ലുള്ളൂ. മോള് ഫ്രീ ആവുമ്പോൾ ഒന്ന് ഇവിടം വരെ വരുമോ? ബേട്ടി ജബ് തും ഫ്രീ ഹോഗി യഹാൻ തക് ഏക് ബാർ ആവോഗി ക്യാ? ആവോഗി ക്യാ, വരുമോ, നീ ഇവിടം വരെ വരുമോ? ബേട്ടി ജബ് തും ഫ്രീ ഹോഗി ഇധർ തക് ആവോഗി ക്യാ? ഞാൻ വരാം ആന്റി. മേ ആവുങ്കി ആന്റി. മേ ആവുങ്കി, ഞാൻ വരും. ഞാൻ വരാം, വരും എന്നൊക്കെ ആവുങ്കി എന്ന് പറയട്ടോ. മേ ആവുങ്കി. അവിടെ തുമ്മാണെങ്കിലോ തും ആവോഗേ ക്യാ, അങ്ങനെ ചോദിക്കാം. ഓക്കെ. എന്നാൽ ഞാൻ ഫോൺ വെക്കട്ടെ. ഫിർ മേ ഫോൺ രഖ്തൂ. ഫിർ മേ ഫോൺ രഖ്തൂ. ഞാനിതങ്ങ് വെച്ചോട്ടെ, ഇനി കൂടുതൽ സംസാരിക്കാൻ ഒന്നും ഉണ്ടാവില്ല. ഇവളവിടെയൊക്കെ ഏതായാലും പോകുന്നുണ്ടല്ലോ, അപ്പം നേരിൽ കണ്ട് ബാക്കിയൊക്കെ സംസാരിക്കാം. ഇപ്പൊ ഞാൻ വെക്കട്ടെ, വീട്ടിൽ വേറെ പണികളൊക്കെ ഉണ്ടാവും. പിന്നെ പോരാത്തതിന് ഈ കുട്ടി പനിയായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഫോൺ വെച്ചോട്ടെ എന്ന് ചോദിക്കാം. ശരി, ഞാൻ 10 മണിക്ക് അവിടെ എത്താം. ടീക്കെ മേ 10 ബജെ വഹാ പൗഞ്ചൂങ്കി. ടീക്കെ. അപ്പൊ ടീക്കെ എന്ന് പറയുന്നതിന് പല സിറ്റുവേഷനിൽ പലത് രൂപത്തിലെടുക്കാം. ടീക്കെ എന്ന് പറഞ്ഞാല് അല്ല ശരി. മേ 10 ബജെ, ഞാൻ 10 മണിക്ക് വഹാ പൗഞ്ചൂങ്കി, അവിടെ എത്തും. മേ 10 ബജെ വഹാ പൗഞ്ചൂങ്കി. ഇതും മേ ആയതുകൊണ്ടാണ് ഊങ്കി എന്ന് വരുന്നത് കേട്ടോ. മേ വരുമ്പം ഊങ്ക, ഊങ്കി, ഊങ്കെ അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുന്നത്. മേ 10 ബജെ വഹാ പൗഞ്ചൂങ്കി. ടെലിഫോൺ കോൺവെർസേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഉമ്മീദ് കർത്താഹും ആക്കോ ടെലിഫോൺ കോൺവെർസേഷൻ പസന്തായ. ഇത് ഞാൻ ചോദിക്കുന്ന അവർ ചോദിക്കുന്നല്ല കേട്ടോ, അവരുടെ അല്ല, എന്റെ സംഭാഷണമാണ്. ഉമ്മീദ് കർത്താഹു. ഉമ്മീദ് കർണ എന്ന് പറഞ്ഞാല് നമ്മള് അനുമാൻ എന്ന് പറയുന്നത്, നമ്മൾ ഊഹിക്കുന്നു. ആക്കോ ടെലിഫോൺ കോൺവെർസേഷൻ പസന്തായ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതിനാണ് ഉമ്മീദ് കർണ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ. ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം.